നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വാതന്ത്ര്യ ദിനവും തമ്മിൽ എന്ത് ബന്ധം? ഇന്നത്തെ ഖുതുബ അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറ അൽ അറാഫിലെ 157 ആയത്താണ്. മുൻകാലങ്ങളിലെ വേദഗ്രന്ഥങ്ങളായ തൗറാത്തിലും ഇഞ്ചീലിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ളതും അള്ളാഹു തആല വ്യക്തമാക്കി തരുന്നതുമായ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. അള്ളാഹു തആല പറയാണ്, അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്ത് വൽ ഇൻജീൽ. തങ്ങളുടെ വശമുള്ള തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തിയതായി അവർ കാണുന്ന ഉമ്മിയായ റസൂലുണ്ടല്ലോ, അവർ ആ ദൈവദൂതനെ പിൻപറ്റുന്നവരാണ്. യഅ്മുറുഹും ബിൽ മഅറൂഫ്, അവരോട് അദ്ദേഹം നന്മ കൽപ്പിക്കുകയും വയൻഹാഹും അനിൽ മുൻകർ, തിന്മ വിലക്കുകയും ചെയ്യുന്നു. വയുഹില്ലു ലഹും ത്വയ്യിബാത്ത്, ഉത്തമ വസ്തുക്കൾ അവർക്ക് അനുവദനീയമാക്കുകയും വയുഹല്ലിമു അലൈഹിമുൽ ഖബായിസ്, ചീത്ത വസ്തുക്കൾ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, അവരെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു, അവരെ കുരുക്കിയിട്ട വിലങ്ങുകൾ അഴിച്ചു മാറ്റുന്നു. അതിനാൽ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ഫല്ലദീന ആമനൂ ബി, അതിനാൽ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും വഅസ്സറൂഹു, അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും വനസറൂഹു, അദ്ദേഹത്തെ സഹായിക്കുകയും വത്തബഅന്നൂറല്ലദീ ഉൻസില മഅഹ്, അദ്ദേഹത്തോടൊപ്പം ഇറക്കപ്പെട്ടിട്ടുള്ള പ്രകാശത്തെ പിന്തുടരുകയും ചെയ്യുന്നത് ആരാണോ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, നിശ്ചയമായും അവർ തന്നെയാകുന്നു വിജയികളായവർ എന്നാണ്. ഒരൊറ്റ ആയത്താണ് 157 ആയത്ത് സൂറ അൽ അറാഫ്. നമ്മൾ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ടുന്ന നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു ഹുബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബാണ്. അള്ളാഹുവിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, പ്രിയം, പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ്. അത് കഴിഞ്ഞേ മറ്റാരും നമുക്കുള്ളൂ, ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് അല്ലാഹു തആല തന്നെ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആലയോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗപരിശ്രമങ്ങളോടും ഉള്ളതിനേക്കാൾ സ്നേഹം പാപ്പമാരോടോ മക്കളോടോ കുടുംബങ്ങളോടോ സഹോദരങ്ങളോടോ ഇണകളോടോ കച്ചവടത്തോടോ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞിട്ട് സൂറത്ത് തൗബയിൽ അള്ളാഹു പറയാണ്, മറ്റാരോടെങ്കിലുമാണ് ഈ മൂന്നിനോടുമുള്ളതിനേക്കാൾ സ്നേഹമെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയുടെ വർത്തമാനം നിങ്ങൾ കാത്തുകൊള്ളുക. അപ്പോൾ ഏറ്റവും കൂടുതൽ നാം ഇഷ്ടപ്പെടേണ്ട, സ്നേഹിക്കേണ്ട വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിൽ ഒരു തർക്കവും ഇസ്ലാമിക ലോകത്ത് ആർക്കും തന്നെയില്ല. ഒരാളെ നാം ഇഷ്ടപ്പെടുമ്പോൾ, ഒരാളെ നാം സ്നേഹിക്കുമ്പോൾ അയാൾ ആരാണ് എന്നറിയണ്ടേ? അള്ളാഹുവിനോടുള്ള സ്നേഹം ഹബ്ബുല്ലാ ആവശ്യപ്പെടുമ്പോൾ അള്ളാഹു ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ പരമാവധി അള്ളാഹു തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്.
അവൻ്റെ നാമങ്ങൾ, അവൻ്റെ സിഫാത്തുകൾ ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരിധിയുടെ പരമാവധി നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്നതിനെ സംബന്ധിച്ചും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ വിശദീകരിച്ച് തന്നിട്ടുള്ള ഒരൊറ്റ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. ആരായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? അതിലൊന്നാമത് പറയുന്നത് യഅ്മുറുഹും ബിൽ മഅറൂഫ് എന്നാണ്. നന്മ കൽപ്പിക്കുന്നവരായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ ബുദ്ധിക്കും പ്രകൃതിക്കും ചേർന്നതും മനുഷ്യന്റെ ആത്മാവിനും അവൻ ജീവിക്കുന്ന സമൂഹത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്നതുമായ സകല സദാചാരങ്ങളിലേക്കും ധാർമ്മിക നന്മകളിലേക്കും ജനങ്ങളെ ക്ഷണിക്കുകയും ആ നന്മ കൽപ്പിക്കുകയും ചെയ്യുക എന്നതാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഉത്തമമായ മാതൃക സ്വീകരിക്കണമെങ്കിൽ ആ സ്വീകരിക്കപ്പെടുന്നവരെ കുറിച്ച് നമുക്ക് നന്നായി അറിയണം. ആ അറിവിൽ പ്രധാനമാണ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ കൽപ്പിക്കുന്നവരായിരുന്നു. നമ്മളെ ഈ കാലത്ത് സദാചാരം എന്ന് പറയുന്നത് തന്നെ ഒരു ക്രിമിനൽ കുറ്റമാണ്. ഗുണ്ടായിസത്തോട് ചേർത്താണ് സദാചാരത്തെ കുറിച്ച് പോലും പറയുന്നത്. സദാചാര ഗുണ്ടായിസം. ഈ അടുത്തത് ഒരു സമരം ചിത്രീകരിച്ചത് ഇങ്ങനെ കാണാൻ, ആ സമരനായകൻ ആ സ്ഥാപനത്തിന്റെ അധികാരിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏതാണ് ഈ കാലം? എന്താണ് ഇവിടുത്തെ കഥ? ആണിനും പെണ്ണിനും ഒറ്റക്ക് ഒരുമിച്ചിരുന്നുകൂടാ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാണ് ചോദിക്കുന്നത്, ധാർമ്മിക രോഷത്തോടു കൂടി. ആരാന്റെ വീട്ടിലെ ആണും അപ്പുറത്തെ വീട്ടിലെ പെണ്ണും ഒരുമിച്ചിരിക്കരുത് എന്ന് പറഞ്ഞത് ഒരു വലിയ തെറ്റായിട്ടാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ, സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ പോയാൽ, മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കാതെ പോയാൽ അബദ്ധമാകുമെന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നാം ജീവിക്കുന്ന കാലം. എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, പക്ഷേ അത് പരിധികളില്ലാത്ത സ്വാതന്ത്ര്യമാണ്. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറു പോലുള്ളൊരു ഈ ജീവിതം. എന്നും അതിനാനന്ദലഹരിയിൽ തുന്തിലമെന്മനം മൂളിപ്പറക്കണം എന്നാണ്. എന്തു സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ആസ്വദിക്കണം. അവിടെ നന്മകൾക്ക് സ്ഥാനമില്ല, തിന്മകളെക്കുറിച്ച് വിചാരമില്ല. സദാചാരം എന്ന വാക്കുപോലും ക്രിമിനൽ, കുറ്റകരമാണ്. ധാർമ്മികത എന്നത് അശ്ലീലമാണ്. ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്ന ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമുക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ യഅ്മുറുഹും ബിൽ മഅറൂഫ്, നന്മയുമായി ചെന്നിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുക പോലുമല്ല, കൽപ്പിക്കുക എന്നാണ്. നന്മ കൽപ്പിക്കുക. പിന്നെ അതിന്റെ തുടർച്ചയായി, അതിന്റെ സ്വാഭാവികത ആയി തന്നെ വയൻഹാഹും അനിൽ മുൻകർ, മനുഷ്യപ്രകൃതിക്ക് നിരക്കാത്തതും വ്യക്തിക്കും സമൂഹത്തിനും ഒരുപോലെ നാശമുണ്ടാക്കുന്നതുമായ എല്ലാ തിന്മകളിൽ നിന്നും, അനീതികളിൽ നിന്നും, അധർമ്മങ്ങളിൽ നിന്നും ജനങ്ങളെ തടയുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു പണിയാണ് കേട്ടോ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് നമ്മളോട് പറയാണ്, അൻ അബീ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ,
മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദി ഫഇൻ ലം യസ്തതി ഫബിലിസാനി ഫഇൻ ലം യസ്തതി ഫബിഖൽബി ഫദാലിക അദ്അഫുൽ ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു എന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അത് തന്റെ കൈകൊണ്ട് തടയണം. അഥവാ അധികാരമുണ്ടെങ്കിൽ ആ അധികാരം ഉപയോഗിച്ച്, അതല്ലെങ്കിൽ കൈകൾ എന്ന് പറയുന്നത് പ്രവർത്തനത്തിന്റെ പ്രതീകമാണ്, പ്രവർത്തനം കൊണ്ട് തടയണം. അതിന് സാധിക്കാത്തൊരവസ്ഥയിലാണെങ്കിൽ നാവുകൊണ്ട് തടയണം. നാവുകൊണ്ട് എന്ന് പറയുമ്പോൾ ഉപദേശമാകാം, സംഭാഷണമാകാം, പ്രഭാഷണമാകാം, മുദ്രാവാക്യങ്ങളാവാം. എങ്ങനെയാണോ നാവുകൊണ്ട് തടയാനാവുക, നാവുകൊണ്ട് തടയണം. അതിന് സാധിച്ചില്ല എങ്കിൽ മനസ്സുകൊണ്ട് ആ തിന്മയോട് വെറുപ്പ് കാണിക്കുകയെങ്കിലും വേണം. അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ ഘട്ടമാണ്. അതിൽ താഴെ പിന്നെ ഈമാൻ ഇല്ലെന്നാണല്ലോ, അത് ഏറ്റവും താഴെയാണ്. അപ്പൊ ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകളെ കുറിച്ച് എന്താണ് നമ്മുടെ നിലപാട്? നമ്മുടെ മാതൃകയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിലപാട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു, അള്ളാഹുവിന്റെ ഖലീഫയാക്കി. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വലഖദ് കറംനാ ബനി ആദം, എല്ലാ മനുഷ്യരെയും ആദരിച്ചു. ആ ആദരവിന്റെ ഭാഗമായിട്ട് അവന് സ്വാതന്ത്ര്യവും നൽകി. ആ സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖലകളിലും ആരാണോ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രാമുഖ്യം കൽപ്പിക്കുന്നത് അവർ വിജയിക്കുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. അപ്പോൾ ഇസ്ലാമികമായ വീക്ഷണത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഔദാര്യമാണ്. ആരെങ്കിലും അതിനെ നിഷേധിക്കുകയാണെങ്കിൽ അല്ലാഹു നൽകിയിട്ടുള്ള ആ സ്വാതന്ത്ര്യത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പോരാടണം. അല്ലാഹു നൽകിയതാണത്, ആരുടെയും ഔദാര്യമല്ല, ആരുടെയും കണ്ടുപിടുത്തമല്ല. അല്ലാഹു നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തെ തടഞ്ഞവരാണ് എന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വന്ന പോർച്ചുഗീസുകാർക്കെതിരിലും ബ്രിട്ടീഷുകാർക്കെതിരിലുമൊക്കെ മഹാ ആലിമീങ്ങളായിട്ടുള്ള നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആളുകൾ വലിയ പോരാട്ടം കാഴ്ചവെച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ ഒരേ ഒരു സമൂഹമേ ഉള്ളൂ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ, രക്തം കൊടുത്ത, ജീവൻ കൊടുത്ത ധാരാളം പേരുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ വിശ്വാസത്തിന്റെ ഭാഗമായി പരലോകത്ത് പുണ്യം കിട്ടുമെന്ന വിചാരത്തോടെ, ഷഹീദാവാനാകുമെന്ന വിചാരത്തോടെ ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി പൊരുതിയ ഒരേ ഒരു സമൂഹം അത് മുസ്ലിം സമൂഹമാണ്. പിന്നീട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. പിന്നീട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, നല്ല കാര്യങ്ങൾ ഹലാലാക്കുന്നു. മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ആത്മാവിനും അത് പ്രധാനമാണ്. ശരീരത്തിനും വസ്ത്രത്തിനും പരിസരത്തിനും മാത്രമല്ല, ആത്മാവിനും. അത് മറ്റൊരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. ആത്മാവിനും നല്ലതും ശുദ്ധവുമായ മുഴുവൻ വസ്തുക്കളെയും അനുവദനീയമാക്കുക എന്നതാണ്. അതാണ് ഹലാൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ ഹലാൽ വിവാദമൊക്കെ നടന്നു കഴിഞ്ഞതാണ്. ഇപ്പോഴും അതിന്റെ അനുരണനങ്ങൾ പലയിടത്തും കാണാൻ കഴിയും. അറിഞ്ഞുകൂടാത്ത ഒരു സമൂഹം പറയാണ്, ഞങ്ങൾക്ക് ഹലാൽ വേണ്ട. കാണുന്നിടത്ത് നിന്നെല്ലാം ഹലാൽ സ്റ്റിക്കറുകൾ മാന്തിപ്പൊളിച്ച് കളയുന്ന ജാഹിലിയത്ത്. എന്താണ് ഹലാൽ എന്ന് പറഞ്ഞാൽ? മനുഷ്യന്റെ ശരീരത്തിനും അവന്റെ മനസ്സിനും
അവന്റെ ആത്മാവിനും ഗുണകരമായതെന്തോ അതൊക്കെ അനുവദിച്ചിരിക്കുന്നു. അതേ സമയത്ത് ചീത്ത കാര്യങ്ങളെ വിരോധിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യുഖ്ബലു ഇല്ലാ ത്വയ്യിബ. തീർച്ചയായിട്ടും അല്ലാഹു പരിശുദ്ധനാണ്, പരിശുദ്ധമായതേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു പരിശുദ്ധനാണ്, പരിശുദ്ധമായതേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു പണി നല്ലതുകളെ അനുവദിക്കുക. നിരോധനങ്ങൾ കൊണ്ട് ജനങ്ങളെ വീർപ്പുമുട്ടിക്കുക എന്നതല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആസ്വാദനങ്ങളെല്ലാം വിരോധിക്കുകയല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ കുറച്ചാണെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ, വയുഹരിമു അലൈഹിമുൽ ഖബായിസ്, മനുഷ്യന്റെ ശരീരത്തിനോ ബുദ്ധിക്കോ ആത്മാവിനോ ഹാനികരവും അശുദ്ധവുമായിട്ടുള്ള കാര്യങ്ങൾ, ഉദാഹരണത്തിന് മദ്യം, പലിശ, വ്യഭിചാരം, അനീതിപരമായിട്ടുള്ള സമ്പാദ്യം, ഇതൊക്കെ വിരോധിക്കുകയും ചെയ്തു. അതൊക്കെ വിരോധിക്കുകയും ചെയ്തു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? നന്മ കൽപ്പിച്ചു, തിന്മ വിരോധിച്ചു, നല്ലതുകൾ അനുവദിച്ചു, ചീത്ത വിരോധിച്ചു. തീർന്നില്ല. വയളഉ അൻഹും ഇസ്റഹും, അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുകയാണ്. സമൂഹത്തിന്റെ മേൽ അവരുടെ മുതുകിനെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങളുണ്ട്. പ്രത്യേകിച്ചും പുരോഹിത മതങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങളും കട്ടതകളും ദുരാചാരങ്ങളുടെ വലിയ മാറാപ്പുകൾ പേറിക്കൊണ്ടാണ് പലരും കഴിഞ്ഞുകൂടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിറക്കി വെച്ചു. ഒന്നും വേണ്ട, വളരെ വളരെ ലളിതമാക്കുകയാണ് കാര്യങ്ങൾ. അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങല കെട്ടുകളെ പൊട്ടിച്ചെറിയുകയാണ്. ചങ്ങല പൊട്ടിച്ചെറിയുന്ന വർത്തമാനം പല ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെയും മുദ്രാവാക്യമായി നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ അവരൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനും വിലയിരുത്തുന്നതിനും മുമ്പേ പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൗത്യമായി, സ്വഭാവമായി അല്ലാഹു സുബ്ഹാനഹു തആല ഈ ചങ്ങല പൊട്ടിക്കുന്ന വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ അടിമകളാക്കി വെക്കാൻ പാടില്ല. അവന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ല. മനുഷ്യന് അല്ലാഹു ഒരുപാട് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, അവിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തന്നതാ. സ്വന്തത്തിൽ നിന്ന് നേതാക്കളെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, കൂടിയാലോചിക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിരുചി അനുസരിച്ച് ഹലാലും ത്വയ്യിബുമായതിൽ നിന്ന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലങ്ങിടുന്നവർ ആരാണ്? മനുഷ്യരെ ചങ്ങലകളിൽ ബന്ധിക്കുന്നവർ ആരാണ്? പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചങ്ങല പൊട്ടിക്കാൻ വന്നവരാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ പരിഭാഷ ഏതോ ആവട്ടെ, സൂറ അൽ അറാഫിലെ ഈ ആയത്ത് നിങ്ങളൊന്ന് മറിച്ചു നോക്കണം. അവരുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ, അഴിച്ചുമാറ്റാൻ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വാതന്ത്ര്യ ദിനവുമായുള്ള ബന്ധം. ഭൗതികമായിട്ട് നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴുള്ള പ്രശ്നം അതിൻ്റെ അതിരേതാണ്, പരിധി ഏതാണ് എന്ന് നമുക്കറിയില്ല.
അടിമത്തത്തിൽ നിന്ന് മോചനം തേടണമെന്ന് അള്ളാഹുവിന്റെ ഹിദായത്തിനെ മാറ്റിവെച്ച്, വഹീനെ മാറ്റിവെച്ച്, തിരുസുന്നത്തിനെ മാറ്റിവെച്ച് ചിന്തിച്ചാൽ സർവതന്ത്ര സ്വതന്ത്രമായ ഒരവസ്ഥയെക്കുറിച്ചാണ് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ കഴിയുക. അതേറ്റവും വലിയ ആപത്താണ്. അതേറ്റവും വലിയ ആപത്താണ്. അത് മനുഷ്യനെ അരാജകത്വത്തിലേക്ക് നയിക്കും. അതേ സമയത്ത് പരിശുദ്ധ ദീനിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുക എന്താണ്? വമിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ. എല്ലാ അടിമകളുടെ അടിമത്വത്തിൽ നിന്നും സാക്ഷാൽ ഉടമസ്ഥന്റെ അടിമത്വത്തിലേക്ക്. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്, സ്വഹാബികളെ ഒരുക്കിയത്. വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തത് എന്ത് എന്ന് ചോദിച്ചാൽ അടിമകളുടെ അടിമത്വം. ആ അടിമകളുടെ അടിമത്വത്തിൽ നിന്ന് സാക്ഷാൽ ഉടമസ്ഥന്റെ അടിമത്വത്തിലേക്ക്. ഇങ്ങനെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച കൃത്യമായ ഒരു കാഴ്ചപ്പാട് അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും പാകപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ മുൻകാല വേദഗ്രന്ഥങ്ങളിൽ തൗറാത്തിലും ഇഞ്ചീലിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് രേഖപ്പെടുത്തിയിരുന്ന പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഈ ദൗത്യങ്ങൾ. ഇസ്ലാം നൽകുന്ന ലളിതവും പ്രകൃതിദത്തവും മനുഷ്യപക്ഷത്ത് നിൽക്കുന്നതുമായ ജീവിത രീതിയുടെ സാക്ഷ്യപത്രമാണ് ഈ സൂക്തവും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഞാനിവിടെ പരാമർശിച്ചതും അല്ലാത്തതുമായ ഹദീസുകളൊക്കെ എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വേണ്ടത് ഈമാൻ കൊണ്ട്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈമാൻ ഉണ്ടാവുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ റസൂലുള്ള പഠിപ്പിച്ച ഹദീസുകളെ, റസൂലുള്ളാന്റെ സുന്നത്തിനെ, ചര്യയെ, നമുക്ക് വേണ്ടി വിട്ടേച്ചു പോയിട്ടുള്ള സുന്നത്ത് റസൂലിനെ പരിപാലിക്കുക, സംരക്ഷിക്കുക. തറക്തു ഫീക്കും അംറൻ ലം തുദല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നതി. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടേച്ചു പോവുകയാണ്, അതിനെ മുറുകെ പിടിക്കുന്നവർ വഴിപിഴക്കുകയില്ല. അതിലൊന്ന് അള്ളാഹുവിന്റെ കിതാബാണ്, മറ്റൊന്ന് ആ കിതാബിന്റെ വിശദീകരണമായ സുന്നത്തു റസൂലാണ്. അപ്പൊ അത് ശക്തിപ്പെടുത്തുക. വനസുറു, എന്നിട്ട് നബിചര്യ വ്യാപകമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തെ നിങ്ങൾ സഹായിക്കുക. വത്തബഉന്നൂ, നിങ്ങൾ ആ പ്രകാശത്തെ പിൻപറ്റുക. ഏത് പ്രകാശത്തെ? അല്ലദീ ഉൻസില മഅഹു, ആ റസൂലുള്ളാന്റെ കൂടെ വന്ന പ്രകാശം. അതെന്താണ്? അത് ഖുർആൻ തന്നെയാണ്, അതിന്റെ വെളിച്ചമാണ്. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അത്തരക്കാരാകുന്നു വിജയികളായവർ എന്നാണ്. അത്തരക്കാരാണ് വിജയികളായവർ. മണ്ണിനെയും ശരീരത്തെയും സമ്പത്തിനെയും മാത്രമല്ല, ആത്മാവിനെയും മനസ്സിനെയും അടിമകളുടെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് സാക്ഷാൽ ഉടമസ്ഥന്റെ ബന്ധം, ഹബലുല്ലാഹ്, അള്ളാഹു ഇട്ടുതന്ന സുരക്ഷാ കയർ, അതിൽ നമ്മെ, നമ്മുടെ പെരടിയെ ബന്ധിപ്പിക്കാൻ ഉള്ള പരിശ്രമം നമ്മൾ നടത്തുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ സമ്പൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം ആസ്വദിക്കാനാകും. യഥാർത്ഥത്തിൽ അന്നാണ് യഥാർത്ഥ സ്വാതന്ത്ര്യ ദിനത്തെ നുകരുവാൻ മനുഷ്യർക്ക് സാധിക്കുക. അതിലേക്കുള്ള വഴിയാണ് പാതിയും മുക്കാലും ഒക്കെ ആയിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അല്പാൽപമെങ്കിലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം. അതുപോലും പിഴുതെടുത്തില്ലാതാക്കാൻ ബോധപൂർവം തിന്മയുടെ ശത്രുക്കൾ, ചിന്മയുടെ ശക്തികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൗനം അവലംബിക്കാൻ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചങ്ങലകൾ അറുത്തുമാറ്റുകയും ചെയ്ത് കടന്നുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് എങ്ങനെ സാധിക്കും എന്നാണ് നാം നമ്മോട് ചോദിക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.